I can't feel no better. What's this knob do? What's this knob do? അപ്പച്ചനെന്താണ് ഒരു പുതിയ തിളക്കം? എടാ പിള്ളാരെ, ഞാൻ പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കൂല. എന്റെ മുമ്പിൽ ഒരു മാലാക വന്നടാ, ഒരു സുന്ദരി മാലാക. ഓർത്തിട്ട് കുളിര് കൂരുന്നു. നിന്റെ തള്ളയില്ലായിരുന്നേ അവളെ മയക്കിനെ കൂടെ പൊറപ്പിച്ചേനെ. ബെസ്റ്റ്. പതുക്കെ പറ, അമ്മച്ചി കേൾക്കണ്ട. അടപ്പത്ത് വെച്ച് കത്തിക്കും. പൊട്ട അങ്ങനെ എന്നെ പറ്റിയായി പറയണേ. നിന്നെ എന്റെ തള്ളയുടെ സ്ഥാനത്ത് ചിന്തിക്കാൻ കൂടി എനിക്ക് വയ്യ. ഞാനിവിടെ കൊതിച്ചിരിക്കുകയാണല്ലോ. ഇളവന്മാരുടെ സംസ്ഥാന സമ്മേളനമാണല്ലോ കർത്താവ് എന്റെ നെഞ്ചത്ത്. അപ്പച്ച, എന്തിനാ മാലാക വന്നേ? മാലാക പറഞ്ഞ നിന്റെ നീ സ്നേഹിക്കുന്ന പയ്യന്റെ കെട്ട് നടത്തണോന്ന് കർത്താവ് പറഞ്ഞെന്ന്. സത്യാണോ? ഞാൻ പറഞ്ഞില്ലേ അപ്പച്ച, കർത്താവ് ഞങ്ങളും ബടിയാണെന്ന്. എന്നതാ മനുഷ്യനെ ഇവിടെ ഒരു വട്ടമേശ സമ്മേളനം? എടി, നീ എന്റെ കൂടെ പോത്ത് പോലെ കിടന്നുറങ്ങിയല്ലോ. ഒരു സെക്സി മാലാക വന്നത് അറിഞ്ഞായിരുന്നോ നീ? ജസ്റ്റ് മിസ്. എന്തോന്ന് സെക്സിയാ മാലാകെ? നിങ്ങൾ എന്താന്ന് തെളിച്ചു പറഞ്ഞേ. എടി, ഈ സ്വർഗത്തില് മാത്രം കണ്ടുവരുന്ന ഒരു വടക്കൻ കാറ്റുണ്ട്. സ്വർഗത്തിലെ എവിടെയാണ് മനുഷ്യ വടക്കും തെക്കും? നിങ്ങൾ എപ്പോഴാണ് ചത്ത സ്വർഗത്തിൽ പോയത്? മിണ്ടാതെ എടി, എന്റെ പ്രിൻസി മാലാക പറഞ്ഞല്ലോ, ഫ്രം നോർത്ത് ഹെവൻ എന്ന്. നോർത്ത് ആയാലും വെസ്റ്റ് ആയാലും ഏതാണ് ഈ പരട്ട മാലാക? എന്റെ മുമ്പിൽ വന്ന് അവളുടെ മോന്നടിച്ച് ഓടിക്കും ഞാൻ. പ്രിൻസേ, നോക്കല്ലേടാ, നിന്റെ കണ്ണിലെ കൃഷ്ണമണിയുടെ ആട്ടം പോലും എന്നെ ബാധിക്കാൻ പാടില്ല. അറിഞ്ഞോ അറിയാതെയോ നിന്റെ തള്ളയുടെ തല്ല് കൊണ്ട് ചാവാൻ എനിക്ക് വയ്യ. അതിലും നല്ലത് വല്ല പൊറോട്ടയും തൊണ്ടയൊക്കെ ഇട്ട് ചാവുന്നതാ. പത്രത്തിൽ പാടെങ്കിലും വരും. എന്റെ മാലാകെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നിങ്ങൾ എന്തോ ചെയ്യും? ഒറ്റൊരു മകനാണ് ഇവിടെ എങ്ങും പെണ്ണില്ലാത്ത ഒരു ചെറുക്കനെ പ്രേമിച്ചിട്ട് വന്ന് നിൽക്കണം. തന്തയാണ് ഇവിടെ എങ്ങും പോരാനിട്ട് സ്വർഗത്തിലേതോ മാലാകയും പൊക്കി പിടിച്ചോണ്ട് വന്നേക്കണം. അമ്മച്ചി, അപ്പം പറയണോന്ന് കേൾക്ക്. നീ മിണ്ടാതിരടാ. നീ തന്ത കൊണ്ടായത് തന്നെ അത്ര വിത്തോണം. ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറി. പ്രിൻസ് എന്തേലും ഒന്നും ചെയ്യണോ? സോറി ബ്രോ, ഇതിൽ ഞാൻ ഇടപെടില്ല. ഞാനേ ഗാലറിയിൽ ഇന്ന് കളി കണ്ടോളാം. നിങ്ങൾ അപ്പനും അമ്മയും മോനുമായി നിങ്ങളുടെ പാടായി. എടി, നിന്നെ പോലെ തൊഴിഞ്ഞ മുടിയും ചുളിഞ്ഞ ബോഡിയും അല്ല അവൾക്ക്. ഫ്രഷ്. എന്ത് സ്മൂത്ത് ആയിരുന്നു. അയ്യേ, ഓളക്കാണ്. അപ്പൻ ടോപ്പിക്കിൽ നിന്ന് തന്നെ മാറുന്നു. അതിന് ഈ റേഡിയോടൊന്ന് പാട്ട് നിർത്താൻ പറയാതെ. അമ്മച്ചി, അപ്പച്ചനൊരു കാര്യം പറയാനുണ്ട്, അതൊന്ന് കേൾക്ക്. മാലാകെ വേഷം കെട്ടി വന്നവളെ കെട്ടണായിരിക്കും. എടാ ക്രിസ്റ്റി, ഞാൻ ഈ കളിക്കില്ല. അമ്മച്ചി പറഞ്ഞു തൊലക്ക്. എന്റെ മാലാക വന്ന് പറഞ്ഞ് ഇവൻ സ്നേഹിക്കുന്ന ചെറുക്കന്റെ കെട്ട് നടത്തി കൊടുക്കണോന്ന്. പിന്നെ എന്തോന്ന്? ഒരിക്കലും ഒരു മാലാക അങ്ങനെ ഒന്നും പറയൂല. എടോ മനുഷ്യ, അത് ശരിക്കുള്ള മാലാക ആയിരിക്കൂല. ഇല്ലടി സാറാമേ, അത് ഞാനും അങ്ങനെയാ കരുതി. പക്ഷെ മാലാക വന്നപ്പോ പുകയൊക്കെ ഉണ്ടായിരുന്നു. എടാ സത്യാണോ? എടാ, അത് ഞാനൊരു സിഗരറ്റ് വലിച്ചതാടാ. എന്നാലും ഇനി ഒന്നും ആലോചിക്കാനില്ല. ഞാൻ മാലാകക്ക് വാക്ക് കൊടുത്തു. ഇതെന്റെ പ്രസന്റേഷന്റെ പ്രശ്നമാണ്. പ്രസ്റ്റീജിന്റെ. അതൊരു കുക്കറിന്റെ വിലല്ലേടാ. നീ എന്നിട്ട് എടുത്താൻ നോക്കുന്നല്ലേ? എന്റെ മോനെ സമ്മതിക്കണം. ആ പാവം ചെക്കനും ഇനി ഈ ഫാമിലി വന്ന് അനുഭവിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എടാ അതൊക്കെ പിന്നെ. എടാ, എന്റെ കല്യാണം ഉറച്ചടാ. എന്തായാലും നീ നാളെ ഈ ചെറുക്കനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പച്ച, നാളെ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോ വിളിച്ചോണ്ട് വരാം. ഇല്ല, സമ്മതിക്കില്ല. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അയൽക്കൂട്ടത്തിൽ ഞാൻ എന്ത് സമാധാനം പറയും? സാരല്ല, മനസ്സ ഇരിക്കട്ടെ അവിടെ അവളുടെ ഒരു അയൽക്കൂട്ടം. ഹാരി, യു ലുക്ക് സോ ഹാൻസം. എന്താ ചിരിക്കണേ? ഒന്നുമില്ല. ഞാനേ ഒരു കാര്യം പറയാനാ വന്നേ. നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. നിന്നെ കാണണമെന്ന് പറഞ്ഞു അപ്പൻ. അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയാ. സെൻട്രോ, നമ്മളിത് എപ്പോഴാണേലും ഫേസ് ചെയ്യേണ്ടതല്ലേ. ഞാനുണ്ടാവും നിന്റെ കൂടെ, എന്ത് സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഇന്ന് ഈവനിങ് ഞാൻ വരും, ഒരുമിച്ച് പോവാം. പിന്നെ ഒരു കാര്യം തരാൻ മറന്നു.
നിന്നെ ഇത്ര അടുത്ത് കിട്ടിയിട്ട് ഒരു കിസ് പോലും തരാതെ പോകുന്നത് മോശമല്ലേ? ഓട്ടെ മുത്തേ. ക്രിസ്റ്റി എന്റെ കൈയും കാലും ഒക്കെ വിറക്കുന്നു. പേടിക്കണ്ടെന്നേ, രണ്ടുപേരും പാവം. അമ്മച്ചിയാ കൂടുതൽ പാവം. അമ്മച്ചി അലവലാതി എന്റെ ചെറുക്കനെ മയക്കെടുത്തില്ലടാ നീ. ഇതാണോ നിന്റെ പാവം പിടിച്ച അമ്മ? ക്രിസ്റ്റി ഇവനിതോടെ പോയി. എന്നാലും പരിപ്പേതാണോ പയറേതാണെന്ന് അറിയാത്ത എന്റെ കുക്കുരുവാവെ നീ വശത്താക്കിയല്ലോടാ. എന്റെ പെണ്ണുമ്പിളെ ആവശ്യമില്ലാത്ത വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ മോനാണ് എന്റെ പുറകെ പട്ടി നടക്കുന്നത്. നോക്ക്, ഇവൻ നമ്മുടെ കുടുംബത്തിന് ചേർന്നതാണോ? ഏതോ വെള്ളക്കാരനുണ്ടായ പോലെ. ഓ, ഇവരെന്റെ കൈ കൊണ്ട് തന്നെ ചാകും. എന്റെ മരുമകൻ എന്തൊക്കെയാടി നീ പറയണേ? അപ്പച്ച, യു ആർ സോ ഹാൻസം. ആണോ? യു ആർ റിയലി സ്മൂത്ത്. എനിക്ക് കുട്ടിയോട് ക്രഷ് ഉണ്ട്. അതെ അപ്പനാണെന്ന് ഞാൻ നോക്കൂല. ഒരു കിഴിച്ചു അതെന്റെ ചെക്കനാ. അമ്മച്ചേയും പ്രിൻസിപ്പാളവനും പോരാനും ഇനി ഇവനെ വേണം. നോ, അപ്പൻ ഇങ്ങനൊരു ചായ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് മോനെ, ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം. എന്തോന്ന്? അയ്യോ അല്ല, ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം. അപ്പൻ അമ്മച്ചിനെ പറഞ്ഞ് ഓക്കെയാക്ക്. എടാ, വെട്ടാൻ നിൽക്കുന്ന പോത്താവള്. ഇപ്പൊ ഞാൻ എന്തേലും പറഞ്ഞു തന്നാ എന്നെ വെട്ടിക്കേറി ഉണക്കാൻ വെക്കും. ക്രിസ്റ്റി, വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അമ്മച്ചി. ആരാടാ നിന്റെ അമ്മച്ചി? മൂകം ബാബയാണല്ലോ കൊത്തിയത്. അമ്മച്ചി, അയൽക്കൂട്ടമൊക്കെ എങ്ങനെ പോകുന്നു? ഒന്നും പറയണ്ട മോനെ, എനിക്ക് കിട്ടേണ്ട ലോണായിരുന്നു. കഴിഞ്ഞ ആഴ്ച എനിക്ക് പോവാൻ പറ്റിയില്ല. ആ തക്കത്തിന് ആ വിടക്ക് സരള അടിച്ചെടുത്തുന്നേ. സോ സാഡ്. അമ്മച്ചി, എന്റെ മമ്മി യുഎസില. അവിടെ അമേരിക്കൻ ബാങ്കിലാ വർക്ക് ചെയ്യണേ. വേണമെങ്കിൽ ഞാൻ അമേരിക്കൻ വായ്പ റെഡിയാക്കാം. സത്യാണോ? നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. അമേരിക്കൻ ഡോളർ കാണിച്ച് അവളുടെ മുമ്പിൽ എനിക്കൊന്ന് ഞെളിഞ്ഞ് നടക്കണം. എന്റെ മോനിങ് വന്നേ. ഓ, എന്റെ തങ്കപ്പെട്ട മോൻ. കുക്കുരുവാവേ. എന്താ അമ്മച്ചി? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? നാണമില്ലല്ലോ. സോറി സിന്ധു, പേടിച്ചിട്ടാ. ഭയമല്ല, ജാഗ്രതയാണല്ലോ നമുക്ക് വേണ്ടത്. എന്റെ കുക്കുരുവാവേ, എനിക്ക് ഈ മോനെ വല്ലാണ്ട് ഇഷ്ടായി. ഇപ്പൊ തന്നെ നടത്താൻ വേണേ കെട്ട്. എടാ മോനെ, ഇതൊക്കെ തലക്കടി കിട്ടിയ. എന്നാലും എന്റെ സിന്ധു, നീ എന്ത് പറഞ്ഞ് സെറ്റാക്കി എന്റെ അമ്മച്ചിയെ? ഓ, അറിയണമെന്ന് നിർബന്ധമാണോ? വേണ്ട, നമ്മൾ ഒറ്റക്കാവുമ്പോ പറഞ്ഞു തന്നാ മതി. ക്രിസ്റ്റി, വേണ്ട. അപ്പച്ച, അമ്മച്ചി ഓക്കെ ആയിരുന്നു. ആഹാ, അപ്പൊ ഇനി ഡേറ്റ് മാത്രം തീരുമാനിച്ചാ മതിയില്ല. അമ്മച്ചി, വാഷ്റൂം എവിടെയാ? ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട സിന്ധു, ഞാൻ കാണിച്ചു തരൂലേ? അതൊക്കെ കാണിച്ചു കൊടുക്കാൻ തലമൂത്തോട് ഇവിടെ ഇരിപ്പുണ്ട്. അവിടെയാ മോനെ. നീ എങ്ങോട്ടാ? അത് പിന്നെ അവനെന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും. ഓ, അതിനു വേണ്ടി ഹെൽപ്പ് ഒന്നും അവന് വേണ്ടി വരില്ല. നീ ഇവിടെ ഇരുന്നാ മതി. അപ്പൊ ശരി അപ്പച്ച, അമ്മച്ചി, ഞാൻ ഇറങ്ങട്ടെ. മോന്റെ സൈഡിൽ നിന്ന് കല്യാണത്തിന് ആരും വരില്ലേ? അത് എന്റെ മമ്മിക്ക് അറിയില്ല. ഇതൊന്നും അറിഞ്ഞാ മമ്മി വെറുതെ ഇരിക്കില്ല. മമ്മി അടങ്ങിയിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ മമ്മി ശരിക്കും മമ്മിയാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തായാലും എന്റെ മരുമകനായി ഞാൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. മോനെ, ഉമ്മ. ഓ വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ കൊടുക്കാൻ ഇവിടെ വേറെ ആളുകളുണ്ട്. മോനെ, എന്റെ കുക്കുരുവാവ. അവനൊരു കുഞ്ഞുവാവയാ. ഒന്നും അറിയില്ല. പിച്ച വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. അമ്മച്ചി, ഗാനമേള നടത്താനുള്ള സമയമില്ല. അവന് വീട്ടിൽ പോണം. ഞാൻ പറഞ്ഞു വന്നത് ഇവനൊരു കുഞ്ഞുവാവയാ. പിച്ച വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ തന്നെ ദേ കല്യാണം. ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത കുഞ്ഞ. ഓ, എനിക്കറിയാം കുഞ്ഞുവാവയാന്ന്. അനുഭവം ഉണ്ടേ. എന്നാ ഞാനങ്ങ് ഇറങ്ങിയേക്കുവാ. സിന്ധു, ബൈ. അപ്പൊ ഇനി നമ്മുടെ കല്യാണം.
എങ്ങനെയുണ്ട് കാണാൻ? നൈസാണോ? പിന്നെ നൈസാണോന്നോ? അടിപൊളിയായിട്ടുണ്ട്. എടാ മോനെ, ഹാരിയെ കണ്ടില്ലല്ലോ. അവൻ വരും. അപ്പൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? വെറുതെ ടെൻഷൻ അടിക്കാൻ കാശൊന്നും കൊടുക്കണ്ടല്ലോ. ദേ അവൻ വന്നടാ. എന്നാ രസമാ. എനിക്ക് ചേർന്ന ചെക്കൻ തന്നെ. ക്രിസ്റ്റി, you look so handsome in this suit. You too. You look so beautiful. ഇതൊന്ന് വേഗം കഴിഞ്ഞാ മതിയായിരുന്നു. എന്നാത്തിനാ ഇത്ര ധൃതി? അത് ഈ ചെറുക്കനെ എനിക്കൊന്ന് ഒറ്റക്ക് കിട്ടാൻ എന്റെ മാത്രമായി. ഇന്ന് നമ്മള് പ്രാക്ടിക്കല് കംപ്ലീറ്റ് ആക്കണം. ക്രിസ്റ്റി, എനിക്ക് ഇത് മാത്രമാണോ ചിന്ത? പിന്നെ ഞാൻ വേറെ എന്നാ ചിന്തിക്കണം? എടാ മോനെ, ഹാരി വന്നോ? ആ വന്നപ്പച്ചാ. ദേ so beautiful, so beautiful. ഇങ്ങേർക്ക് എന്ത് വട്ടായ? എനിക്കറിയാമേ എന്തൊരു ഭംഗിയാ നിന്നെ കാണാൻ. ഒരു ഏഞ്ചലിനെ പോലെ, പ്രിൻസി മാലാഖയെ പോലെ. എനിക്ക് നിന്നോട് ക്രഷ് ഉണ്ട്. സോ ബ്യൂട്ടിഫുൾ. ആ ബെസ്റ്റ്. എടാ നിന്നേക്കാളും മൂത്ത് കിടക്കാണല്ലോ നിന്നെ തന്തക്ക്. തന്തയാണെന്നൊന്നും ഞാൻ നോക്കൂല. ഞാൻ വല്ലതും ചെയ്തു പോകും. സോ ബ്യൂട്ടിഫുൾ. കയ്യിന്ന് പോയടാ. സോ ബ്യൂട്ടിഫുൾ. അങ്ങനേട്ടാ, എനിക്ക് എന്താ പറ്റിയേ? പറ. നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ഞാൻ പറഞ്ഞു തരണോ അല്ലേ? അയ്യോ അയ്യോ, ഇതൊന്നും കാണാനുള്ള ശക്തി എനിക്കില്ലേ. അപ്പ അത് ഞാൻ കെട്ടാൻ പോണ ചെറുക്കനാ. അപ്പന് ബോധം പോയാ? മോനെ, അപ്പന്റെ കയ്യിന്ന് പോകുമ്പോ ഒന്ന് തിരിച്ചു വിളിച്ചേക്കണേ. മാലയും ബൊക്കയും ഒക്കെ വാങ്ങിയോ? എടാ, അതൊരു മിസ്റ്റേക്ക് പറ്റി. ബൊക്കയ്ക്ക് പകരം ഓർഡർ ചെയ്തത് റീത്തായി പോയി. കുഴപ്പമുണ്ടോ? പട്ടി, അത് നിന്റെ നെഞ്ചത്തോട്ട് കയറ്റി വെക്കടാ. വിളിച്ചു പറയടാ മാല. ഓ പറയാ. ക്രിസ്റ്റി, നമ്മുടെ കാര്യം മമ്മി അറിഞ്ഞിട്ടുണ്ട്. ഫോണിൽ വിളിച്ച് എന്നെ കുറിച്ച് ചീത്ത പറഞ്ഞു. ഈ മാരേജ് നടത്താൻ സമ്മതിക്കില്ലെന്നാ മമ്മി പറഞ്ഞേ. പേടിക്കണ്ട, അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം. ഞാനില്ലേ കൂടെ? എന്റെ ക്രിസ്റ്റി, നിന്റെ ഞാനില്ലേ കൂടെ? ഇന്നലെ ഞാൻ കണ്ടതാ നിന്റെ അമ്മയുടെ മുന്നിൽ എന്നെ ഇട്ടിട്ട് പോയപ്പോ. ഒന്ന് പോസെൻട്രോ, അതൊക്കെ ആലോചിക്കാനുള്ള സമയമാണത്. രജിസ്ട്രാർ വരാൻ നേരമായി. അങ്ങനെ എന്റെ കൂട്ടുകാരാ, നീയും എന്നെ ഒറ്റക്കാക്കി പോവാണോ? വേണ്ടടാ, കെട്ടണ്ടടാ, എന്നെ ഒറ്റക്കാക്കി പോകല്ലേ. പിശാശെ, ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ആറ്റുനോറ്റ് കെട്ടിയോട് ചെറുക്കനാ. നീ വെറുതെ ഇതിനെ. ഓഹോ, അപ്പൊ ഇത്രേ ഉള്ളല്ലേ? എടാ, നിനക്കും കിട്ടും ഒരു പെണ്ണിനെ, എന്റെ മനസ്സ് പറയുന്നു. കല്യാണം നടത്തണ കോന്തം വന്നിട്ടുണ്ട്. നിക്ക്. എന്റെ സിന്ധു, ആ മനോഹര നിമിഷം ആഗതമായി. ഈ കല്യാണം നടക്കില്ല. Let's go.